ഇതാണ് അമേരിക്കയിലെ ട്രെയിൻ യാത്രക്കിടയിൽ കാണുന്ന സബർബൻ ഏരിയ. ഇവിടുത്തെ ഈ ഏരിയ വളരെ പൂറാണ്. കൊച്ചു കൊച്ചു വീടുകളും കൊച്ചു കൊച്ചു നഗരങ്ങളുമുള്ള കൊച്ചു സ്ഥലം. ഇല്ലിനോയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് ട്രെയിനിലിരുന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണിത്. ഈ കാണുന്നതൊക്കെ സ്റ്റോറേജുകളാണ്. പിന്നെ ധാരാളം കൊച്ചു കൊച്ചു വീടുകൾ കാണാം. കണ്ടോ, ഇവിടെ മനുഷ്യർ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഈ ഏരിയയിലുള്ളവർ. നമുക്ക് തോന്നും അമേരിക്കയിൽ മൊത്തം കൂറ്റൻ കെട്ടിടങ്ങളും ഭയങ്കര പെർഫെക്റ്റായ സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ കിടക്കുന്നതാണ് ട്രാവലറുകൾ, യാത്രയ്ക്ക് പോകുന്ന വാഹനങ്ങൾ, സ്റ്റോറേജുകൾ, കൊച്ചു കൊച്ചു വീടുകൾ. പക്ഷേ പഴയ സെറ്റിൽമെൻറ്റാണ്, പണ്ട് വന്ന് താമസിച്ച് തുടങ്ങിയതാണ്. കണ്ടോ, ആ വീടൊക്കെ കണ്ടോ, എന്ത് ചെറുതാണെന്ന്. ഇവിടുത്തെ ട്രെയിനിന് സൂപ്പർ ഫാസ്റ്റ് വേഗതയൊന്നുമില്ല കേട്ടോ. കൂടി പോയാൽ 70-75 മൈൽ വേഗതയാണ്. ഇനി വരുന്ന പറഞ്ഞ 100 കിലോമീറ്റർ. ഇതും ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം, ട്രെയിനിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലം. പഴയ നഗരങ്ങളാണ്, പണ്ട് പണിത നഗരങ്ങൾ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന കൊച്ചു കൊച്ചു നഗരങ്ങൾ. അല്ല, കൊച്ചു കൊച്ചു സിറ്റി, നഗരമെന്ന് പറയാൻ പറ്റില്ല. കണ്ടോ, നല്ല മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ വീടുകളൊക്കെ വളരെ ശോചനീയമാണ്. ഒരു 100 വർഷമെങ്കിലും പഴക്കമുള്ള മരം കൊണ്ട് പണിത പഴയ വീടുകളാണ്. സോറി. നല്ലൊരു മെഡോ കാണാം, മനോഹരമായ മെഡോസ്. പിള്ളേരെ കണ്ടോ, പുറത്തിറങ്ങി നിൽക്കുക. മരങ്ങൾ നല്ല ഭംഗിയാണ്. മരങ്ങളും വീടിൻ്റെ ബാക്ക് യാർഡ് നല്ല രസമാണ്. പക്ഷേ ഉണ്ടോ, അപ്പുറത്ത് കാണുന്നതാണ് പാടശേഖരങ്ങളാണ്. ഗോതമ്പല്ല, ചോളക്കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ചോളപ്പാടങ്ങളാണ്. ഇവിടെ കൃഷി 1000 ഏക്കർ, 500 ഏക്കർ, 10,000 ഏക്കറൊക്കെയാണ്. കവറായിപ്പോയി. അതെ, നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങൾ, പച്ചപ്പുണ്ട്. ഇന്ന് വലിയ വെയിലില്ല കേട്ടോ, നല്ല കാലാവസ്ഥയാണ്. ആ ദൂരെ കാണുന്നതാണ് ഫാം ഹൗസസ് എന്ന് പറയും, വെളുത്ത് കാണുന്നത്. ആ വെളുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്നതെല്ലാം അവിടുത്തെ ഫാം ഹൗസാണ്. ഉപകരണങ്ങൾ, അവിടെ സ്റ്റോറേജ് ഏരിയ. ഇതൊരു ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കാവുന്ന സ്ഥലമാണ്. ഇതാണ് ട്രെയിനിൻ്റെ ഉൾഭാഗം. പിന്നെ ആകാശം കണ്ടുപോകാം, പുറം കണ്ടുപോകാവുന്ന ഒരു ക്യാബിൻ ഇതാണ്. ഇവിടെ ആൾക്കാരെങ്ങനെ, മനോഹരമായ സ്ഥലമാണിത്. ഇവിടെ വെച്ചത് കവറായിപ്പോയി. ഓക്കെ, വീണ്ടും പാടം വന്നു കഴിഞ്ഞു. ഇവിടെ നട്ടിരിക്കുന്ന കടലയാണ് കേട്ടോ. ഇത് നിലക്കടല കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. പണ്ടത്തെ ജിമ്മി കാർട്ടറിൻ്റെ കൃഷിയാണ് നിലക്കടല കൃഷി. ഇതിവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നിലക്കടല, ചോളം, ഗോതമ്പ്, ബാർലിയൊക്കെയാണ് ഇവിടുത്തെ പാടത്തെ പ്രധാന കൃഷികൾ. ചോളം ഇതിന് മാത്രം കൃഷി ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് മൃഗങ്ങൾക്ക് കൊടുക്കാനും പിന്നെ എത്തനോൾ ഉണ്ടാക്കാനുമാണ് ഉപയോഗം. തിന്നാനുള്ള ഉപയോഗം വളരെ കുറവാണ്. പിന്നെ സീരിയൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പിന്നെ ചോളം ബാർബിക്യൂ ചെയ്ത് തിന്നുന്ന ആൾക്കാരുണ്ട്, പുഴുങ്ങി തിന്നുന്നവരുണ്ട്. അത് സീസണലായിട്ട് വല്ലപ്പോഴും കഴിച്ചെന്നുള്ളതല്ലാതെ ചോളം ഒരു പ്രധാന ഭക്ഷണമായിട്ട് തോന്നിയിട്ടില്ല. ഇതതിൻ്റെ നേരെ എതിർവശമാണ്, നിറയെ പാടങ്ങളാണ്. ഇവിടെ വളരെ ഓപ്പണായിട്ട് കിടക്കുന്ന പാടശേഖരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പുറത്ത് ഹൈവേ പോകുന്നുണ്ട്, വലിയ ഹൈവേ. ട്രക്കുകൾ പോകുന്നത് കാണാം, ട്രെയിലർ പോകുന്നത് കാണാം.